79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ചെങ്കോട്ടയിലെ പ്രൗഢോജ്വല ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിപ്പിച്ചുള്ള സേനയുടെ പുഷ്പവൃഷ്ടി ചടങ്ങിന് മാറ്റുകൂട്ടി. അമേരിക്കയുടെ അധിക തീരുവയ്ക്കും പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്കും മറുപടി നൽകിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ല എന്നും സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ലെന്നും മോദി വ്യക്തമാക്കി. RSSന്റെ 100 വർഷത്തെ സേവനത്തെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. 103 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ GST പരിഷ്കരണമടക്കം വമ്പൻ പ്രഖ്യാപനങ്ങളും ഉണ്ടായി. ऑपरेशन सिंदूर के वीर जाबाजों को सैल्यूट करने का अवसर मिला है. हमारी सेना ने वो करके दिखाया जो कई दशकों तक कभी हुआ नहीं था. सैकड़ों किलोमीटर दुश्मन की धरती पर घुस करके आतंकी हेडक्वार्टर्स को मिट्टी में मिला दिया. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചും അമേരിക്കയുടെ അധിക തീരുവയ്ക്ക് പരോക്ഷമായി മറുപടി നൽകിയുമായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. ഓപ്പറേഷൻ സിന്ധൂർ, പാകിസ്ഥാന്റെ ആണവ ഭീഷണി അടക്കം എല്ലാ വിഷയങ്ങളിലും പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറും സേനകളുടെ ധീരതയും പ്രശംസിച്ചായിരുന്നു തുടക്കം. പാകിസ്ഥാന്റെ പേരെടുത്ത് വിമർശിച്ച പ്രധാനമന്ത്രി ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല. രാജ്യത്തെ നദിയിൽ നിന്നുള്ള ജലം ഇന്ത്യയിലെ കർഷകർക്കുള്ളതാണ്. രക്തവും വെള്ളവും ഒന്നിച്ചൊടുക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി. भारत ने तय कर लिया है खून और पानी एक साथ नहीं बहे. हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है. ട്രംപിന്റെ അധിക തീരുവ ഭീഷണിയിൽ ആത്മനിർഭർ ഭാരത് ആശയവും സ്വയം പര്യാപ്തതയും മേക്ക് ഇൻ ഇന്ത്യയും ഉയർത്തിക്കാട്ടിയാണ് മറുപടി. സ്വദേശി ആശയത്തിൽ അഭിമാനം കൊള്ളണം. തദ്ദേശീയ ഉത്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കണം. ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കണം. പൗണ്ടിനെയും ഡോളറിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ല. രാജ്യത്തിന്റെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിയണമെന്നും ഇന്ത്യയുടെ കരുത്തിൽ വിശ്വസിക്കണമെന്നും യുവാക്കളോട് മോദിയുടെ ആഹ്വാനം. हम स्वदेशी का गर्व करने लगे. हम स्वदेशी मजबूरी में नहीं, मजबूती के साथ उपयोग करेंगे. आप इनोवेटिव आइडियाज लेकर के आपके आइडियाज को मरने मत देना दोस्त. आज का आपका आइडिया हो सकता है आने वाली पीढ़ी का भविष्य बना सकता है. मैं आपके साथ खड़ा हूं. ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി നടത്തി. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം അടക്കം ഉടൻ നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപനം. യുവാക്കൾക്കായി 1 ലക്ഷം കോടിയുടെ മെഗാ തൊഴിലവസര പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. मेरे देश के युवाओं के लिए 1 लाख करोड़ रुपए की योजना हम चालू कर रहे हैं, लागू कर रहे हैं. രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജനസംഖ്യാനുപാതത്തിൽ മാറ്റം വരുത്താൻ ഗൂഢാലോചന നടക്കുന്നതായും പ്രധാനമന്ത്രി ആരോപിച്ചു. രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തി ദേശീയ പതാക ഉയർത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിപ്പിച്ച് വ്യോമസേന ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അതീവ ജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.